ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകും നമ്മുടെ കൊച്ചിയിലുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡിൽ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡിൽ, മിനിരത്ന കമ്പനിയായ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ വിവിധ തസ്തികകളായിട്ട് വർക്ക്മാൻ തസ്തികയിലേക്ക് 577ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിച്ചിരുന്നു IT ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞവർക്ക്, അപ്രന്റീസ് ട്രെയിനിങ് മാത്രമേ ഉള്ളൂ, ആ ട്രെയിനിങ് കഴിഞ്ഞവർക്ക് എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താവുന്ന ഈ ഒരു ജോബിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. നിരവധി ഒഴിവുകളിലേക്ക് വിവിധ ട്രേഡുകളുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ ഇതിലേക്ക് മിനിമം 7ാം ക്ലാസ് മുതൽ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 10ാം ക്ലാസ് IT യോഗ്യതയുള്ള അതുപോലെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഈ അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താവും. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. ഏകദേശം ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് 22,000 മുതൽ 25,000 വരെ ശമ്പളം ലഭിക്കുന്നതാണ്. അതിനുശേഷം 3 വർഷത്തേക്ക് കോൺട്രാക്ട് പീരീഡ് ആയിട്ടാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യത ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യേണ്ടത്, നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഏതെല്ലാം തസ്തികകൾ, ഏതെല്ലാം ട്രേഡുകളുള്ള ആളുകൾക്കും അതുപോലെ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സാലറി, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന, ഡെയിലി 2 വീഡിയോകളടക്കം നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാ ജോബ് അപ്ഡേറ്റ്സ് ആണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാം. അത് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോക്കാം. നമുക്ക് ഏതായാലും കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വർക്ക്മാൻ തസ്തികയിലേക്ക് കോൺട്രാക്ട് ബേസിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് 3 വർഷത്തെ കോൺട്രാക്ട് പീരീഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നിരവധി ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ഏതായാലും ഓരോ തസ്തികയും അതിലേക്ക് വരുന്ന വേക്കൻസികളും ക്വാളിഫിക്കേഷൻ നോക്കാം. ആദ്യം വരുന്നത് ഫാബ്രിക്കേഷൻ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു തസ്തികയിലേക്ക് ഷീറ്റ് മെറ്റൽ വർക്കർ എന്ന ട്രേഡിലേക്ക് 88 ഒഴിവുകളുണ്ട്. പിന്നെ വരുന്ന വെൽഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 71 പോസ്റ്റുകൾ. ഓരോന്നിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ SSLC പാസ്സായിരിക്കുക. അതുപോലെ തന്നെ IT NTC സർട്ടിഫിക്കറ്റ് ഏത് ട്രേഡിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിൽ ഉണ്ടായിരിക്കുക. പ്ലസ് അതിനോടുകൂടി പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് എക്സ്പീരിയൻസും കൂടി ഓരോ ട്രേഡിലേക്കും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെൽഡർ, ഷീറ്റ് മെറ്റൽ വർക്കർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നമ്മൾ പറഞ്ഞു. ഇനി വരുന്നത് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് ഓൺ കോൺട്രാക്ട് ഫിറ്റർ ട്രേഡിലേക്ക് 31 വേക്കൻസികളുണ്ട്. അതിലേക്ക് മെക്കാനിക്ക്, ഡീസൽ മെക്കാനിക്ക് 30 പോസ്റ്റുകളുണ്ട്. മെക്കാനിക്ക് മോട്ടോർ വെഹിക്കിൾ 6 പോസ്റ്റുകളുണ്ട്. ഓരോ തസ്തികയിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ അതത് ട്രേഡിലുള്ള IT അല്ലെങ്കിൽ NTC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. അതിലേക്കും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിറ്റർ, പൈപ്പ്, പ്ലംബർ തസ്തികയിലേക്ക് 21 വേക്കൻസികൾ, പെയിൻറ്റർ തസ്തികയിലേക്ക് 13 വേക്കൻസികൾ. അത് ഓരോരോ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് 63 വേക്കൻസികളുണ്ട്. ക്രെയിൻ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 19 വേക്കൻസികൾ. ഇലക്ട്രോണിക് മെക്കാനിക്ക് 65 വേക്കൻസികൾ. ഇൻസ്ട്രുമെന്റ് മെക്കാനിക്ക് 65 വേക്കൻസികൾ. അതുപോലെ ഷിപ്പ് വെയിറ്റ് വുഡ് 15 വേക്കൻസികൾ. മെഷീനിസ്റ്റ് 11 വേക്കൻസി. ഇതിലേക്കൊക്കെ വേണ്ട ക്വാളിഫിക്കേഷൻ അതത് ട്രേഡിലുള്ള SSLC പാസ്സായിരിക്കുക ആൻഡ് IT NTC സർട്ടിഫിക്കറ്റ് ആണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് അതത് ട്രേഡിലുള്ള പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, എങ്ങനെയായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ, അതുപോലെ എങ്ങനെയാണ് അവർ ട്രേഡ് മാർക്ക് കണക്കാക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി അത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് പോവാം. പിന്നെ ഓട്ടോ ഇലക്ട്രീഷ്യൻ 2 പോസ്റ്റ് ഉണ്ട്. പിന്നെ സ്കാഫോൾഡർ ഓൺ കോൺട്രാക്ട് 19 വേക്കൻസി. ഏരിയൽ വർക്ക് പ്ലാറ്റ്ഫോം ഓപ്പറേറ്റർ ഓൺ കോൺട്രാക്ട് 2 പോസ്റ്റ്. സെമി സ്കിൽഡ് റിഗർ ഓൺ കോൺട്രാക്ട് 53 പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് വേണ്ടി വെറും 4ാം ക്ലാസ് പാസ്സായിരിക്കാം. മിനിമം ഓഫ് 3 year എക്സ്പീരിയൻസ് ഓൺ റിഗ്ഗിംഗ് വിച്ച് 2 years in rigging of heavy duty machine parts assisting in the erection of machinery, equipments etc. Good knowledge of splicing work of wire ropes. അപ്പോൾ ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 4ാം ക്ലാസ് മതി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്രാങ്ക് ഓൺ കോൺട്രാക്ട് 2 പോസ്റ്റ്. അതിലേക്ക് 7ാം ക്ലാസ് പാസ്സായിരിക്കാം.
അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുക്കാണ്, അതിലേക്ക് ഒരു പോസ്റ്റാണ്, അതിലേക്ക് 7ാം ക്ലാസ്, അതിലേക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസും കൂടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഇതിലേക്ക് വരുന്ന മൊത്തം വേക്കൻസിയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 577 പോസ്റ്റുകളാണ് ടോട്ടൽ ഉള്ളത്. ഇനി ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്കാണെങ്കിൽ, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് മൊത്തം 47 വേക്കൻസിയാണ്. അവർക്ക് വരുന്ന വേക്കൻസികൾ മാറ്റിവെച്ചത് ഷീറ്റ് മെറ്റൽ വർക്ക് 7 വേക്കൻസി, വെൽഡർ 6 വേക്കൻസി, ഫിറ്റർ 3 വേക്കൻസി, മെക്കാനിക് ഡീസൽ 2 വേക്കൻസി, ഫിറ്റർ പൈപ്പ് പ്ലംബർ 2 വേക്കൻസി, പെയിന്റർ 1 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 5 വേക്കൻസി, ക്രെയിൻ ഓപ്പറേറ്റർ 2 വേക്കൻസി, ഇലക്ട്രോണിക് മെക്കാനിക് 5 വേക്കൻസി, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 5 വേക്കൻസി, ഷിപ്പ് വെയിറ്റ് വുഡ് കാർപ്പൻ്റർ 1 വേക്കൻസി, മെഷീനിസ്റ്റ് 1 വേക്കൻസി. പിന്നെ വരുന്നത് സ്കാഫ് ഓൺ കോൺട്രാക്ട് ബേസിസ് 2 വേക്കൻസി, സെമി സ്കില്ലഡ് റിഗർ ഓൺ കോൺട്രാക്ട് 4 വേക്കൻസി. മൊത്തം 47 വേക്കൻസിയാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വേക്കൻസികളുള്ളത്. പിന്നെ വരുന്നത് റെമ്യൂണറേഷൻ. ഇതിലേക്ക് മാക്സിമം പീരിയഡ് ഓഫ് കോൺട്രാക്ട് ഞാൻ പറഞ്ഞു 3 വർഷമാണ് മാക്സിമം പീരിയഡ് ഓഫ് കോൺട്രാക്ട്. റെമ്യൂണറേഷൻ ഉള്ളത് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 23,300 പിന്നെ വരുന്നത് എക്സ്ട്രാ അവർ വർക്കിന് 4,900 ലഭിക്കുന്നതാണ്. പിന്നെ സെക്കൻഡ് ഇയർ 24,000, പിന്നെ തേർഡ് ഇയർ 24,800 പ്ലസ് 5,100 കൂടി ലഭിക്കും. അതുപോലെ പോസ്റ്റ് സീരിയൽ നമ്പർ CDEF ആണെങ്കിൽ ഫസ്റ്റ് 22,100 മുതൽ പിന്നെ ലാസ്റ്റ് 3 ഇയർ ആണെങ്കിൽ 23,400 വരെ ആയിരിക്കും. അതിലേക്ക് 4,600 മുതൽ 4,900 വരെ നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റും ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 30 വയസ്സാണ്. എന്നാൽ SC/ST OBC വിഭാഗത്തിന് OBCക്ക് 3 വയസ്സിൻ്റെയും SC/STക്ക് 5 വയസ്സിൻ്റെയും ഇളവുകൾ ലഭിക്കും. മറ്റുള്ള പോസ്റ്റുകൾക്ക് ഇവിടെ അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 50 വയസ്സാണ്. അത് സീരിയൽ നമ്പർ G ആണ് പറയുന്നത്. G എന്ന് പറയുന്നത് നമുക്ക് സീരിയൽ നമ്പർ നോക്കുകയാണെങ്കിൽ കുക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് 50 വയസ്സ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള എല്ലാ പോസ്റ്റിലേക്കും 30 വയസ്സ് ജനറൽ കാറ്റഗറിക്ക്, മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് അതിൻ്റെതായ ഏജ് ലോക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഫേസ് 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഫേസ് 2 പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ വെയിറ്റേജ് മാർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ITC മാർക്കിന് 20%, ഒബ്ജക്റ്റീവ് ടൈപ്പിന് 30%, പ്രാക്ടിക്കൽ ടെസ്റ്റിന് 50%, അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് ഉണ്ടായിരിക്കാം. അപ്പം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. റിസർവേഷനും അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് 300 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ് SC/ST PWD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ. അപ്പോൾ തീർച്ചയായും ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. cochinshipyard.com എന്ന് പറഞ്ഞ കരിയർ പേജ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഇതിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.